Hello friends, welcome to Ajmal Solutions. Friends, നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക്ക് കവർ ചെയ്തിരിക്കുകയാണ്. ടോട്ടലി 5 വീഡിയോസാണ് നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക്കിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ പെർസെൻറ്റേജ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പെർസെൻറ്റേജിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കാണാൻ പറ്റും. ഓക്കെ, അതായത് പെർസെൻറ്റേജ് ടോപ്പിക്കിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്റർ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഏതൊരു മത്സര പരീക്ഷ എടുത്താലും അത് SSC ആയാലും RRB ആയാലും അതേപോലെ PSC ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അരിത്മെറ്റിക് പാർട്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാരണം അത്രത്തോളം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക്കായ കാര്യങ്ങൾ, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഏതൊക്കെയാണ്, ഓരോ ടേംസ് എന്താണ് മീൻ ചെയ്യുന്നത് തുടങ്ങിയ വളരെ ബേസിക്കായ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഏത് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ നമ്മൾ 0 ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, 0 to hero, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അധികം ഡിലേ വരുത്തുന്നില്ല. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സ്ഥിരം പറയുന്ന പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പലരും പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചിട്ടുണ്ടാകും. പഠിച്ചവർക്ക് ഇതൊരു റിവിഷൻ ആവട്ടെ, എല്ലാവർക്കും നമുക്ക് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ്. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതേപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ഓരോരോ ടേംസ് എന്താണ് മീൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കോസ്റ്റ് പ്രൈസ്. എന്താണ് ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്? ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് ബോട്ട് ഈസ് കോൾഡ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഒന്നുമില്ല, ഒരു വസ്തു വാങ്ങിയ വിലയാണെന്ത്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു റീറ്റെയിലർ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിലർ അടുത്തുനിന്ന് ഒരു വസ്തു വാങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയ വിലയാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് CP വെച്ചിട്ടാണ് അല്ലേ, കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ CP. അടുത്തതാണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങി, അതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആ വസ്തു വിൽക്കും അല്ലെ. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഈസ് കോൾഡ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ വിൽക്കുന്ന വിലയാണ് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന വില. ഓക്കെ, ഇനി എന്താണ് ലാഭം, പ്രോഫിറ്റ് ഓർ ഗെയിൻ? ക്വസ്റ്റ്യന് ചിലപ്പം പ്രോഫിറ്റ് എന്നായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഗെയിൻ എന്നായിരിക്കും ഉണ്ടാവുക. രണ്ടും സെയിം മീനിങ് ആണ്, ലാഭം. ഓക്കെ, എങ്ങനെയാണ്, എപ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാവുക? ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് ദർ ഈസ് എ പ്രോഫിറ്റ് ഓർ ഗെയിൻ അല്ലേ. സ്വാഭാവികമാണ്, നമ്മളൊരു വസ്തു വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു, അത് വിറ്റു. നമ്മൾ വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ വിറ്റ വില എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്, നമ്മൾ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ലാഭം കിട്ടിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഓർ ഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പ്രോഫിറ്റ് എങ്ങനെ കാണും, അതായത് നമ്മൾ വിറ്റ വില മൈനസ് നമ്മൾ വാങ്ങിയ വില, SP മൈനസ് CP ആണ് എന്ത്, പ്രോഫിറ്റ്. ഓക്കെ, ഇതൊക്കെ ബേസിക്കായ കാര്യങ്ങളാണ്, മിക്കവാറും പേർക്കും അറിയാം. എന്നാലും ഞാൻ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ് ലോസ്? സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വസ്തു വാങ്ങി എന്നിട്ട് നമ്മൾ വിറ്റു. നമ്മൾ വിറ്റ വില നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കുറവാണെങ്കിൽ അല്ലേ, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമ്മുടെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, നഷ്ടം ഉണ്ടാവും, ലോസ് ഉണ്ടാവും അല്ലേ. അതായത് CP SP-യേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ എന്ത് പറയാം, SP CP-യേക്കാൾ കുറവ്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ്, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ലോസ് ഉണ്ടാവും.
ഓക്കെ, ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? CP മൈനസ് SP ആണ്. ഇവിടെ CP ആയിരിക്കില്ല വലുത് അല്ലേ? സെല്ലിംഗ് പ്രൈസ് കുറവും CP വലുതുമാണ്. അപ്പോൾ CPന്റെ SPന്റെ ഡിഫറൻസ് CP മൈനസ് SP ആണെന്ത്? ലോസ്. ഓക്കെ, ബേസിക് കാര്യങ്ങൾ. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കണം. ലോസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ പ്രോഫിറ്റ് പെർസെൻറ്റേജും അതേപോലെ ലോസ് പെർസെൻറ്റേജും എന്താണ്? ലാഭശതമാനം. ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ലാസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് CP അൺലെസ് അതർവൈസ് മെൻഷൻ ഇൻ പ്രോബ്ലം. അതായത് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ CP എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കും? പ്രോഫിറ്റും ലോസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമൽ കേസിൽ കോസ്റ്റ് പ്രൈസിലാണ്. ഇനി ഇൻ കേസ് ചിലപ്പോൾ എന്തുണ്ടാവും? ക്വസ്റ്റ്യന് പറയും പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ SP എന്ന് പറയും, അല്ലെങ്കിൽ പറയും പ്രോഫിറ്റ് ഈസ് 10% ഓഫ് SP എന്ന് പറയും. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എന്തെടുക്കണം? അവിടെ നമ്മൾ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് SP, അതായത് സെല്ലിംഗ് പ്രൈസിലായിരിക്കും. അല്ലാത്ത എല്ലാ പ്രോബ്ലംസിലും, നോർമൽ പ്രോബ്ലംസിലെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPയെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണ്. ഓക്കെ, പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, അതേപോലെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP മൈനസ് CP ആണ്, ലോസ് എന്ന് പറഞ്ഞാൽ CP മൈനസ് SP ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPയിലാണ്. ഓക്കെ, മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കേസിൽ നമ്മൾ എന്തെടുക്കും? CPയെ നമ്മൾ 100% ആയിട്ടാണ് എടുക്കുക. ഓക്കെ, CP എന്ന് പറഞ്ഞാൽ 100%. ഏതൊരു വസ്തുവിൻ്റെയും 100%, അതാണ് CP. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് പറയുകയാണെങ്കിൽ നമുക്ക് 10% പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്കറിയാം ആ 10% എന്ന് പറയുന്നത് എന്തിൻ്റെ 10% ആണ്? CPയുടെ 10% ആണ് അല്ലേ? ഓക്കെ, അപ്പം CP 100% ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 10% ലാഭം കിട്ടി. അപ്പം നമ്മൾ SP എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് പ്രൈസും ഉണ്ടാവും, അതിൻ്റെ കൂടെ ആ ലാഭമായ 10% ഉണ്ടാവും. എത്ര ഉണ്ടാവും? 110% ഉണ്ടാവും. ഓക്കെ, അതായത് SP എന്ന് പറയുന്നത് എന്താണ്? CPയുടെ 110% ആയിരിക്കും. ഒന്നാമത്തെ കൺസെപ്റ്റ് അല്ലേ? 10% ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം SP എന്ന് പറയുന്നത് 110% ആണ്. എന്തിന് 110%? കോസ്റ്റ് പ്രൈസിന്റെ 110%. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് നമുക്കൊരു 10% നഷ്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ CP ഇവിടെ എന്താണ്? 100 ആണ്. SP എന്തായിരിക്കും? SP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 10% നഷ്ടം എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ഉണ്ടാവുള്ളൂ? 90% ഉണ്ടാവുള്ളൂ. അതായത് SP എന്ന് പറയുന്നത് എന്തായിരിക്കും? CPന്റെ 90% ഉണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPയെ ബേസ് ചെയ്തിട്ടാണ്. 10% ആണ് നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എന്തിന്റെ 10% ആണ്? കോസ്റ്റ് പ്രൈസിന്റെ 10% ആണ്. 10% നഷ്ടം എന്ന് പറഞ്ഞാൽ അതും കോസ്റ്റ് പ്രൈസിന്റെ 10% ആണ് നഷ്ടം. ഓക്കെ, ഇനി നോക്കണേ, ഓവർഹെഡ് എക്സ്പെൻസസ്. എന്താണ് ഓവർഹെഡ് എക്സ്പെൻസസ്? നോക്കാം. അതായത് ഞാനൊരു റീറ്റെയിലറാണ്. ഓക്കെ, ഞാൻ ഹോൾസെയിലർ അടുത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 100 രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങി. ഓക്കെ, ഈ വസ്തുവിനെ ഞാൻ എൻ്റെ ഷോപ്പിൽ എനിക്ക് എത്തിക്കണം. അതിന് എനിക്ക് എന്ത് വന്നു? 20 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ CP എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 + 20, 120 രൂപയായിരിക്കും. ഓക്കെ, ഇവിടെ എനിക്ക് അഡീഷണൽ ആയിട്ട് വന്ന ഈ എക്സ്പെൻസസ്, ഇതിൻ്റെ പേരാണ് ഓവർഹെഡ് എക്സ്പെൻസസ്. ക്ലിയർ അല്ലേ? അത് ചിലപ്പോൾ എന്താവാം? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആകാം, ലേബർ കോസ്റ്റ് ആകാം, കമ്മീഷൻ ആകാം. ഓക്കെ, അതായത് നമ്മുടെ വസ്തുവിൻ്റെ ഒറിജിനൽ വില, അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന അഡീഷണൽ എക്സ്പെൻസസ്, അതാണ് എന്ത്? ഓവർഹെഡ് എക്സ്പെൻസസ്. അങ്ങനെ ഓവർഹെഡ് എക്സ്പെൻസസ് വരികയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വില ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് ചിലവായ ഈ ഓവർഹെഡ് എക്സ്പെൻസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക്കിൽ ഈ
പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ ഒക്കെ നമ്മൾ വളരെ എന്താ പറയുക വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലോസ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റും. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജിനെയും ലോസ് പെർസെൻറ്റേജിനെയും ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചുകളാണ്, അല്ലെങ്കിൽ അതിൽ ഓരോരോ ടേംസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതായത് ഈ ന്യൂമറേറ്റർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതേപോലെ ഡിനോമിനേറ്റർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പം ഞാൻ പറയാണ് 10% പ്രോഫിറ്റ് ഉണ്ടായി. ഓക്കെ, 10% പ്രോഫിറ്റ് ഉണ്ടായി. നമുക്കറിയാം 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 1/10 ആണ്. എല്ലാവർക്കും അറിയാം 1/10 ആണ് അല്ലേ? ഇതിനർത്ഥം എന്താണ്? 10% ആണ് 1. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പെർസെൻറ്റേജിൻ്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്താൽ. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ പറയുകയാണ് 10% എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, അത് എന്തിലായിരിക്കും? സി പിയിലായിരിക്കും, എസ് പിയിലായിരിക്കുമോ? എന്തിലായിരിക്കും? സി പിയിലായിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ജസ്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് മാത്രമാണ് പറഞ്ഞതെങ്കിൽ അത് എന്തിലായിരിക്കും? സി പിയിലായിരിക്കും. അതേസമയം അത് ഓൺ ബേസിസ് ഓഫ് എസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തിലെടുത്താൽ മതി? എസ് പിയിൽ പ്രോഫിറ്റ് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 10% പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതിനർത്ഥം എൻ്റെ സി പി എത്രയാണ്? 10 യൂണിറ്റ് ആണ്. ഈ 1 എന്തായിരിക്കും? എനിക്ക് 10% പ്രോഫിറ്റ്. ഇതിൻ്റെ മീനിങ് എന്തായിരുന്നു? 10ന്റെ 10% 1 അല്ലേ? അപ്പം 10 സി പി ആണ്. ഈ 1 എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 യൂണിറ്റ് ആണ് എൻ്റെ സി പി, 1 യൂണിറ്റ് ആണ് എൻ്റെ പ്രോഫിറ്റ്. അങ്ങനെയാണ് എൻ്റെ എസ് പി എന്തായിരിക്കും? എസ് പി എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് 2 ടേംസിൽ എഴുതാം. എന്താ? ഒന്നെങ്കിൽ സി പി പ്ലസ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിലോ സെല്ലിംഗ് പ്രൈസ്, അതായത് വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി പി മൈനസ് ലോസ് ആണ് അല്ലേ? ഫോർ എക്സാമ്പിൾ എൻ്റെ സി പി 100 രൂപയാണ്, പ്രോഫിറ്റ് 10 രൂപയാണ്. അപ്പം എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? സി പി 100, പ്രോഫിറ്റ് 10, 110 രൂപയായിരിക്കും. അതേസമയം എൻ്റെ സി പി 100 ആണ്, എനിക്ക് 5 രൂപ ലോസ് ആണ്. അപ്പം എൻ്റെ എസ് പി ആയിരിക്കും? ഞാൻ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 100 മൈനസ് 5, 95 ആയിരിക്കും. ഓക്കെ, അതാണ് എസ് പി എന്ന് പറഞ്ഞാൽ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സി പി പ്ലസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിന്റെ കേസിൽ സെല്ലിംഗ് പ്രൈസ് ആണ് സി പി പ്ലസ് പ്രോഫിറ്റ് ആണ്. ലോസ് വരുന്ന സമയത്ത് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് ലോസ് ആണ്. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ 10% പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 10 സി പി ആണ്, 1 പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് പി എന്തായിരിക്കും? എസ് പി എന്തായിരിക്കും? 10 + 1 11 യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 10% ആണ് എൻ്റെ പ്രോഫിറ്റ് എങ്കിൽ 10% പറഞ്ഞാൽ 1/10 ആണ്. അതിൽ 10 എന്ന് പറഞ്ഞാൽ സി പി ആണ്, 1 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. 10 സി പിയും 1 പ്രോഫിറ്റും ആണെങ്കിൽ എൻ്റെ എസ് പി എന്തായിരിക്കും? എസ് പി എന്ന് പറഞ്ഞാൽ സി പി പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇപ്പം എന്ത് വരും? 11 വരും. ഇനി ഞാൻ പറയാണ് 11 1/9% ലോസ് ആണ് വിചാരിച്ചു. 11 1/9% ലോസ്. ഓക്കെ, നമുക്കറിയാം 11 1/9%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്താണ്? 1/9 ആണ്. ഇതിന്റെ മീനിങ് എന്തായിരിക്കും? 9 എന്തായിരിക്കും? 9 സി പി ആണ്. 1 എന്തായിരിക്കും? ലോസ് ആണ് ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് 1 ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എസ് പി എന്തായിരിക്കും? എസ് പി എന്ന് പറഞ്ഞാൽ സി പി മൈനസ് ലോസ് ആണ്. 9 മൈനസ് 1 8 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജിന്റെ ഫ്രാക്ഷൻ വാല്യൂയിലേക്ക് മാറ്റുമ്പോഴുള്ള കാര്യം പറഞ്ഞു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിത് നല്ലോണം ക്ലിയർ ആയിട്ട് നല്ലോണം അറിയാം. പക്ഷേ ഇത് നമ്മൾ എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യരുത്? റേഷ്യോ മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ ഇതേപോലെ 11 1/9%, അതേപോലെ 16 2/3%, അങ്ങനത്തെ വാല്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാം. അല്ലാത്ത കേസിൽ ചിലപ്പോൾ നമുക്ക് എളുപ്പം സാധാരണ രീതിയിൽ, അതായത് ഇപ്പോൾ 20% പ്രോഫിറ്റ് ആണെങ്കിൽ എസ് പി സീക്വൽ ടു സി പിയുടെ 120%, അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കുഴപ്പമില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാ മെത്തേഡും 3 മെത്തേഡിലും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞിരിക്കുക. നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ എന്തിലേക്ക് മാറ്റുമ്പോൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുമുണ്ടാകുന്ന ന്യൂമറേറ്റർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതേപോലെ ഡിനോമിനേറ്റർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം. ഇതിപ്പോൾ ഒക്കെ സി പിയിലാണ് പറഞ്ഞല്ലേ. ഇനി പിന്നോട് പറയാണ് 14 2/7% പ്രോഫിറ്റ് ആണ് ഓൺ എസ് പി. സെല്ലിംഗ് പ്രൈസിലാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു.
നേരത്തെ കേസിൽ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാത്ത കേസിൽ നമ്മൾ എന്തിലാണ് എടുക്കുക? CPയിലാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 42/7% പ്രോഫിറ്റ് ഓൺ SP. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 14/2/7%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എല്ലാവർക്കും അറിയാം, അത് ഏതാണ്? 1/7 ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ഓൺ SP എന്ന് പറഞ്ഞത് കൊണ്ട് ഈ 7 റെപ്രസെന്റ് ചെയ്യുന്നത് CP ആയിരിക്കും? അല്ല, എന്തായിരിക്കും? SP ആയിരിക്കും. ഈ 1 എന്തായിരിക്കും? അതെന്തായാലും പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, SP 7 ആണ്, പ്രോഫിറ്റ് 1 ആണ്, അങ്ങനെയാണ് CP എന്തായിരിക്കും? 1 രൂപ ലാഭം അല്ലെങ്കിൽ 1 യൂണിറ്റ് ലാഭം 7 രൂപക്കാണ് വിറ്റത്. അപ്പോൾ CP എന്തായിരിക്കും? 7 - 1 = 6 അല്ലേ? നമുക്കറിയാം SP എന്ന് പറഞ്ഞാൽ CP പ്ലസ് പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ CP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പ്രോഫിറ്റ് എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. SP പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറയാണ് 62/3% ലോസ് ഓൺ SP. ഇവിടെ സെല്ലിംഗ് പ്രൈസിലാണ് ലോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 62/3% എന്ന് പറയുന്നത് എന്താണ്? 1/6. ഇവിടെ ഓൺ SP എന്ന് പറഞ്ഞതുകൊണ്ട് 6 എന്തായിരിക്കും? SP ആയിരിക്കും. ഈ 1 എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ലോസ് ആണ്. 1 എന്ന് പറയുന്നത് ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ CP എന്തായിരിക്കും? അതായത് 6 രൂപയ്ക്ക് വിറ്റു അല്ലെങ്കിൽ 6 യൂണിറ്റിന് വിറ്റു, 1 യൂണിറ്റ് നഷ്ടമാണ്. അപ്പൊ ശരിക്കും CP എത്രയായിരിക്കും? അതിനേക്കാൾ കൂടുതലായിരിക്കും. എത്രയായിരിക്കും? 6 + 1 = 7. എങ്ങനെ? SP എന്ന് പറഞ്ഞാൽ CP മൈനസ് ലോസ് ആണ്. അപ്പോൾ ഇവിടെ CP എന്തായിരിക്കും? ഈ മൈനസ് ലോസ് അങ്ങോട്ട് പോയാൽ SP പ്ലസ് ലോസ്. ഓക്കെ, ജസ്റ്റ് ഞാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? SP ആണ് തന്നെങ്കിൽ CP എങ്ങനെ കാണും, CP ആണെങ്കിൽ SP എങ്ങനെ കാണും? അത് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടൊന്നുമില്ല, ജസ്റ്റ് CP = 50 rupees ആണെന്ന് വിചാരിച്ചോളൂ. അതായത് കോസ്റ്റ് പ്രൈസ് 50 രൂപയാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 50 രൂപയാണ് കോസ്റ്റ് പ്രൈസ്, 20% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, വിൽക്കുന്ന വില എത്രയാണ്? 3 മെത്തേഡിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നോക്കുക, CP 50 രൂപയാണ്, 20% എൻ്റെ പ്രോഫിറ്റ്. എന്തിൻ്റെ 20%? ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ഓൺ SP എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇവിടെയുള്ള പ്രോഫിറ്റ് 20%. എന്തിൻ്റെ 20%? CPയുടെ 20% പ്രോഫിറ്റ്. CPയുടെ 20%. CP എത്രയാണ്? 50. 50ൻ്റെ 20% എത്ര? 50ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 50ൻ്റെ 10% കാണാൻ എന്ത് ചെയ്യേണ്ടി? ലെഫ്റ്റിലേക്ക് ഒരു ഡെസിമൽ പോയിന്റ് 5. ഇപ്പോൾ 20% പറഞ്ഞാൽ 10. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ CP പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലേ? ഓക്കെ, CP എത്രയാണ്? 50. പ്രോഫിറ്റ് എത്രയാണ്? 20%. എന്തിന് 20%? 50ൻ്റെ 20% എത്ര? 10. എത്ര വരും? 60 rupees ആണ് നമ്മുടെ SP. ഒന്നാമത്തെ മെത്തേഡ്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 50ന് 20% കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. ക്ലിയർ? രണ്ടാമത്തെ മെത്തേഡ് ഇതുപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോസ്റ്റ് പ്രൈസ് 100% ആയിട്ട് എടുക്കും അല്ലേ? അപ്പം 20% ലാഭം. അപ്പം സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? CPയുടെ എത്ര ശതമാനമായിരിക്കും? 100% പ്ലസ് 20%, 120%. ക്ലിയർ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അതായത് നമുക്ക് 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനമായിരിക്കും? 120% ആയിരിക്കും. ഇനി 20% നഷ്ടമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ 80% ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ CP എത്രയാണ്? 50 ആണ്. 120%ന്റെ ഫ്രാക്ഷൻ വാല്യൂ 6/5 അല്ലേ? 120/100 അല്ലേ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ആണ്. 120/100 20 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 6/5. ഈ 5ഉം ഈ 15 ക്യാൻസൽ ചെയ്തു. 10 times 10 × 6 60. മൂന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ ഫ്രാക്ഷൻ മെത്തേഡ്. പക്ഷേ ഈ കേസിൽ നമുക്ക് ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, എല്ലാ കേസിലും നമ്മൾ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യരുത്. ഓരോരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ ഏത് മെത്തേഡാണോ എളുപ്പം നമുക്ക് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ,
ഇവിടെ ഇപ്പോൾ ഞാൻ ഫ്രാക്ഷൻ ചെയ്താൽ എന്താ വരാം 20% ആണ് എൻ്റെ പ്രോഫിറ്റ്. ഞാൻ നേരെ എന്ത് ചെയ്തി 20% ഫ്രാക്ഷൻ വാല്യൂ ആയ 1/5. ഓക്കെ, അപ്പോൾ ഇവിടെ 5 യൂണിറ്റ് ആണ് എന്ത് CP, 1 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. അങ്ങനെയാണ് SP എന്തായിരിക്കും? ഞാൻ പറഞ്ഞു SP എന്ന് പറഞ്ഞാൽ CP പ്ലസ് പ്രോഫിറ്റ് ആണ്. 5 + 1 6 യൂണിറ്റ് ആണ്. യൂണിറ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ CP എന്താണ്? അപ്പോൾ 6 യൂണിറ്റിന്റെ വാല്യൂ എത്ര എന്നാണ് കാണുന്നത്. ക്വസ്റ്റ്യനിൽ CP 50 എന്ന് പറഞ്ഞില്ലേ, അതായത് 5 യൂണിറ്റിന്റെ വാല്യൂ 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണേണ്ടത്? 6 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 5 യൂണിറ്റ് 50 ആണെങ്കിൽ 1 യൂണിറ്റ് എത്ര? 10 ആണല്ലേ. അതായത് 5 × 10 ആണ് 50. ഇപ്പം എന്ത് ചെയ്യാം? 6 × 10 എത്ര? 60. ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, 3 മെത്തേഡ് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. നമ്മളിവിടെ ഡയറക്റ്റ് ഇതിൻ്റെ 20% ലാഭം 60 വരും. അല്ലെങ്കിൽ SP എന്ന് പറഞ്ഞാൽ 20% ലാഭം എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 120% ആണ്. അപ്പോൾ 120%, അതായത് 120% എന്ന് പറഞ്ഞാൽ 120/100 ആണ്. 6/5 ആണ്. ക്യാൻസൽ ചെയ്തു 60. ഇതെന്ന് പറഞ്ഞാൽ റേഷ്യോ മെത്തേഡ്. ഓക്കെ, ഫ്രാക്ഷൻ മെത്തേഡ്. ഇത് 3 മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കൊന്ന് വേറെ ക്വസ്റ്റ്യൻ ചെയ്തോളാം. സെയിം ടൈപ്പ്. A man buys a cycle for ₹1400 and sells it at a loss of 15%. What is the selling price? ഓക്കെ, ഇവിടെ നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. CP തന്നിട്ടുണ്ട് 15% നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ 20% ലാഭം എന്ന് പറയുമ്പോൾ SP എന്ന് പറഞ്ഞാൽ CPൻ്റെ 120% ആയിരിക്കും. ഇവിടെ എന്താണ്? 15% നഷ്ടമാണ്. അപ്പോൾ SP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CPൻ്റെ 15%. CP എന്ന് പറഞ്ഞാൽ 100% അല്ലേ, അതിൽ 5% കുറച്ച് എത്ര വരാം? 85% ആണ്. 5%. ഓക്കെ, ഇവിടെ CP എത്രയാണ്? 1400 ഇൻറ്റു 85/100. 20 ക്യാൻസലായി. 14 × 85. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 85 പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. 10 × 85 പറഞ്ഞാൽ 850 പ്ലസ് 4 × 80 എന്ന് പറഞ്ഞാൽ 320. 4 × 5 എന്ന് പറഞ്ഞാൽ 20. എത്രയും 1190. ഓക്കെ, 1190 ആണ് ഇവിടെ ആൻസർ വരാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ മെത്തേഡ് ഇങ്ങനത്തെ വാല്യൂസ്, സാധാരണ ഇൻറ്റീജർ വാല്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രാക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? സാധാരണ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. CPയുടെ 85% ആണ് ഇവിടെ SP വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On selling an article for ₹651, there is a loss of 7%. The cost price of the article is. ഒരു വസ്തു 651 രൂപക്ക് വിൽക്കുമ്പോൾ 7% നഷ്ടം. അതിനർത്ഥം ഈ 651 എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുമ്പോൾ. ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 651 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ് 651. ലോസ് 7%. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ 7% നഷ്ടം എന്ന് പറയുമ്പോൾ 100 - 7 93%. ഓക്കെ, ഇവിടെ നമുക്കറിയാം SP തന്നിട്ടുണ്ട് 651. അത് CPയുടെ 93%. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 93യും ഈ 651 ക്യാൻസൽ ചെയ്താൽ 7 ടൈംസ് വരും. അപ്പോൾ CP = 7 × 100 എത്ര? 700 വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ലോസ് ആണ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 93% കിട്ടിയില്ലേ? 93%, കോസ്റ്റ് പ്രൈസിന്റെ 93% വാല്യൂ ആണ് 651. നമുക്ക് എന്താ വേണ്ടത്? കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്ര ശതമാനമാണ്? 100%. എത്ര എന്നാണ് യൂണിറ്ററി മെത്തേഡ്. ഇങ്ങനെ ചെയ്യാം. ഈ ക്രോസ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ അറിയില്ലേ? ഈ വാല്യൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 100 ഇൻറ്റു ഇത് ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ 93. 100 × 651/93. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഈ 93നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 651 കിട്ടാം? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് 3 × 7 1 വരണമെങ്കിൽ ഏകദേശം നോക്കുന്ന സമയത്ത് 93 × 7 ആണ് എന്ത്? 651. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഏതുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതേ നമ്പർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതാ? × 7. എത്ര? 700. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന് 93%. അതാണ് 651. നമ്മളോട് ചോദിച്ചത് കോസ്റ്റ് പ്രൈസ് എത്ര എന്നാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% ആണ്. ഓക്കെ.
യൂണിറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ 93% 651 ആണ്. 1% എന്ന് പറഞ്ഞാൽ 651/93. ഇപ്പോൾ 100% പറഞ്ഞാൽ 651/93 × 100. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വാല്യൂ ആണ് കാണേണ്ടതെങ്കിൽ ഇത് ഇൻറ്റു ഇത് രണ്ടും ക്രോസ് ചെയ്യുക, /93 ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. ഇത് ഇൻറ്റു 7 ആണിത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A milkman bought 70 liters of milk for ₹630 and added 5 liters of water. If he sells it at ₹9 per liter, his profit percentage. ഒരു മിൽക്ക്മാൻ 70 ലിറ്റർ മിൽക്ക് വാങ്ങി എത്ര രൂപക്ക്? 630 രൂപക്ക്. അപ്പോൾ ഇയാളുടെ CP ആണ് എത്ര അല്ലേ? അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 630 രൂപയാണ്. പിന്നെ അയാൾ എന്താ ചെയ്തത്? ആഡഡ് 5 ലിറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ആദ്യം 70 ലിറ്റർ മിൽക്ക് ഉണ്ട്, അതിൽ 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ എത്ര ലിറ്റർ ആയി? ടോട്ടൽ 70 ലിറ്റർ മിക്സ് ആയി അല്ലേ? എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? ഇഫ് ഹി സെൽസ് ഇറ്റ് അറ്റ് ₹9 per liter, 1 ലിറ്ററിന് 9 രൂപ നിരക്കിൽ വിറ്റു. അങ്ങനെയാണ് അയാൾ SP എന്തായിരിക്കും? നോക്കൂ നിങ്ങൾ, ടോട്ടൽ 75 ലിറ്റർ ഇല്ലേ ഉണ്ട്, 1 ലിറ്ററിന് 9 രൂപ നിരക്കിൽ വിറ്റാൽ 75 ലിറ്ററിന് എത്ര രൂപ കിട്ടും? 75 × 9. ഓക്കെ, 7 × 9 ആണ് 630, 5 × 9 45. എത്ര വരും? 675. ഇനി നമ്മളോട് എന്താ വെച്ചത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബൈ CP × 100. ശ്രദ്ധിക്കണം, ഇവിടെ എന്താ വരാം? CP ആണ് കേട്ടോ. പ്രോഫിറ്റ് ബൈ 625 അല്ല വരാം. ഏതാ വരാം? 630. CP ആണ് വരാം. ഇവിടെ ക്വസ്റ്റ്യനിൽ SP ലാന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ CP, പ്രോഫിറ്റ് ബൈ CP × 100. പ്രോഫിറ്റ് എത്രയാണ്? 630 വാങ്ങിയത് 675 വിറ്റു. ഇപ്പം എന്താണ്? 45 രൂപയാണ് പ്രോഫിറ്റ് ആണ്. CP എത്രയാണ്? 630 × 100. ഓക്കെ, ഇത് ക്യാൻസൽ എത്ര ടൈംസ് വരും? 630 7 × 90 ആണ് അല്ലേ? 7 × 90 ആണ്. അപ്പോൾ 45 എത്ര ടൈംസ് ഉണ്ടാവും? 14 ടൈംസ് അല്ലേ? 7 × 90 630 ആണ്. 90ന്റെ പകുതിയാണ് 45. അപ്പോൾ എന്ത് വരും? 14. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. 45/630 ചെയ്താൽ 1/14 കിട്ടും. അപ്പോൾ 100/14 അല്ലെങ്കിൽ 50/7%. ഒന്നുകൂടി ചെറുതാക്കിയാൽ 1/7%. ഓക്കെ, ഒന്നുമില്ല അവിടെ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 0 0 ക്യാൻസൽ ചെയ്തു. എന്നിട്ട് 45ൽ 5 × 9, ഇതിൽ 7 ടൈംസ് 50/7 വരും. ഓക്കെ, 1/7%. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? 70 ലിറ്റർ മിൽക്ക് വാങ്ങി 630 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. 5 ലിറ്റർ വാട്ടർ ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 75 ലിറ്റർ ആയി. 1 ലിറ്ററിന് 9 രൂപ നിരക്കിൽ വിറ്റു. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിറ്റത് 75 × 9, അതായത് 675 രൂപക്കാണ്. നമ്മൾ വാങ്ങിയത് 630 ആണ്, വിറ്റത് 675 ആണ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 45 രൂപ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP × 100 ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ബോട്ട് ഓൾഡ് ടൈപ്പ്റൈറ്റർ ഫോർ ₹1200 ആൻഡ് സ്പെൻഡ് ₹200 ഫോർ റിപ്പയറിംഗ്. ഹി സോൾഡ് ഇറ്റ് ഫോർ ₹1680. ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ആൾ ആദ്യം വാങ്ങി ഓൾഡ് ടൈപ്പ്റൈറ്റർ വാങ്ങിയത് 1200 രൂപക്കാണ്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 200 രൂപ റിപ്പയറിങ്ങിന് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പയറിങ്ങിന് ചിലവാക്കി 200 എന്തിനാ വരാം? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ഓവർ ഹെഡ് എക്സ്പെൻസസ് അല്ലേ? അതിൽ വരും. ഇപ്പോൾ ടോട്ടൽ എത്രയാണ് CP? ഒറിജിനൽ CP എന്ന് പറഞ്ഞാൽ 1400 രൂപയാണ്. SP എത്രയാണ്? SP പറഞ്ഞിട്ടുണ്ട് 1680. ഓക്കെ, പ്രോഫിറ്റ് എത്ര വരാം? പ്രോഫിറ്റ് 1680 മൈനസ് 1400 എത്ര? 280. നമ്മളോട് ചോദിച്ചത് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP × 100. പ്രോഫിറ്റ് എത്രയാണ്? 280. CP എത്രയാണ്? 1400 × 100. ഓക്കെ, 0 ചെയ്ത് 28 16 2 × 20. ആൻസർ എന്ത് വരും? 20%. ഓക്കെ, ഇവിടെ നമ്മൾ 1200 വാങ്ങി 200 രൂപ റിപ്പയർ ചെയ്തു. അപ്പം അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് അല്ലേ? ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ CP എടുക്കുന്ന സമയത്ത് ആ 1200 ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ആ റിപ്പയറിങ്ങിനുള്ള 200 രൂപ ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതേ ടൈപ്പാണ്.
The cost price of a radio is 600. Okay, ഒരു റേഡിയോന്റെ കോസ്റ്റ് പ്രൈസ് 600 രൂപയാണ്. 5% of the cost price is charged towards transportation. Okay, അതായത് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അത് എത്രയാണ് ഡയറക്റ്റ് പറയുന്നതിന് പകരം അതെന്താ പറഞ്ഞത് 5% ഓഫ് ദി കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന് 5%. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 600 ആണ്. 600-ന് 5% എത്ര? 600-ന് 10% കാണാൻ ലെഫ്റ്റിലേക്ക് ഒരു പോയിന്റ് ഉണ്ടായി 60. അപ്പം 5% പറഞ്ഞാൽ അതിൻ്റെ പകുതി എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ 630 നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്. പിന്നെ എന്താ പറഞ്ഞത്? ഇഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ബി മെയ്ഡ് ഈസ് 15%, then the selling price of the radio must be. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 15% ലാഭം കിട്ടണം. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം അല്ലേ? അപ്പോൾ 15% ലാഭം കിട്ടണം അല്ലേ? 630 CP. അപ്പോൾ 630 കിട്ടണം. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു 15% കിട്ടണം അല്ലേ? ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 63. 5% എന്ന് പറഞ്ഞാൽ 63-ൻ്റെ പകുതി എത്ര? 31. അപ്പോൾ ടോട്ടൽ എത്രയും? 630-ഉം 63-ഉം 693, 694, 724, 724.5. എല്ലാം എന്ത് ചെയ്താൽ മതി? SP is equal to CP-യുടെ എത്ര ശതമാനം ഉണ്ടാവും? 15% ലാഭം എന്ന് പറയുമ്പോൾ CP-യുടെ 115%. ഓക്കെ, അപ്പം SP എന്ന് പറയുന്നത് 630-ന്റെ 115/100%. ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ക്ലിയർ? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 724.5. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ബേസിക് ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചതൊന്നുമില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം. എന്താണ് അതിൽ ഉപയോഗിക്കുന്ന ടേംസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം, ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം, ഒരു ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു തുടങ്ങിയ വളരെ ബേസിക്കായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ലോസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഇനി എന്തൊക്കെ വരുന്നുണ്ട്? മാർക്കറ്റ് പ്രൈസ്, ഡിസ്കൗണ്ട്, അതൊക്കെ ഞാൻ അവസാനത്തെ പാർട്ടിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോരോ ടൈപ്പ് വൈസായിട്ട് നമ്മൾ ഓരോരോ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ പല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രോഫിറ്റ് ലോസിൽ കാണാം അല്ലേ? 5 CPC 4 SP ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര? അതുപോലുള്ള ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഓരോരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, മുഴുവൻ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് SSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കഴിഞ്ഞ പെർസെൻറ്റേജിൻ്റെ വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിലൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെത്തുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച്.